മൈക്കിൾ ജോർദാനും നെയ്ക്കും ഒരു ഫാഷൻ രംഗത്ത് ഏറ്റവും വലിയൊരു ഒരു മാറ്റം കൊണ്ടുവന്ന മൈക്കിൾ ജോർദാനും നെയ്ക്കും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ. അത് ഇപ്പോഴാണ് സ്നീക്കർ കൾച്ചറിലൊക്കെ വലിയൊരു മാറ്റമാണ് അത് കൊണ്ടുവന്നത്. സ്നീക്കർ കൾച്ചർ തന്നെ മാറിപ്പോയത് അത്രയും വലിയ കൊളാബിലൂടെയാണ്. ബേസിക്കലി നൈക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മാസീവ് ഗ്ലോബൽ ഫുട്വെയർ കമ്പനി മെയ്ഡ് ഇൻ 1964. പക്ഷേ നേരെ ജോർദാനിലേക്ക് വരികയാണെങ്കിൽ അത് മൈക്കൽ ജോർദാൻ ആയിട്ടുള്ള കൊളാബറേഷനിൽ വന്നത് അബൌട്ട് 1984 ജോർദാനാണ് സ്നീക്കേഴ്സിന്റെ കൾച്ചർ ക്രിയേറ്റ് ആയിട്ട്. നൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1980s ഒരു ചെറിയൊരു സാധാരണ ഒരു കമ്പനിയാണ്. ഒരു ചെരുപ്പും ഷൂസും സാധാരണ കമ്പനിയാണ്. ബാസ്കറ്റ് ബോളില് മെയിൻ ആയിട്ട് അഡിഡാസും കോൺവേഴ്സ് ഒക്കെ ആയിരുന്നു അന്ന് കത്തിയുന്നത്. നൈക്കിന് അപ്പൊ ഒരു തോന്നി അവർക്കും ബാസ്കറ്റ് ബോളിലേക്ക് ഇറങ്ങിയാലെന്ന് തോന്നി. അപ്പൊ ഇവർക്ക് ബാസ്കറ്റ് ബോൾ രംഗത്തേക്ക് വന്നെന്ന് തോന്നി. അന്നത്തെ ഒരു യങ് പ്ലെയർ യങ് പ്ലെയർ ആയിരുന്നു മൈക്കിൾ ജോർദാൻ. വരുന്നുള്ളായിരുന്നു പുള്ളിയുടെ ഡ്രീം എത്തണമെന്നുള്ളൂ. അപ്പൊ നൈക്ക് ആദ്യം ജോർദാന്റെ കോൺട്രാക്ട് വെച്ചു. സാധാ കോൺട്രാക്ടുകൾ അല്ലായിരുന്നു. സ്റ്റേഡിന്ന് ഇത്ര ശതമാനം നൈക്ക് മാത്രമായിട്ടുള്ളപ്പോ മെയിനായിട്ട് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ടെന്നീസിന്റെ ഷൂസ് അല്ലാണ്ട് അങ്ങനത്തെ നോർമൽ ഷൂസുകളാണ്. പക്ഷെ നേരെ നമ്മൾ കുറച്ച് ജോർദാന്റെ പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ അവർ മെയിനായിട്ട് ബാസ്കറ്റ് ബോൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബാസ്കറ്റ് ബോൾ മാത്രമാണ് ഈ ജോർദാന്റെ. അത് മെയിൻലി സ്ട്രീറ്റ് വെയർ, സ്ട്രീറ്റിൽ തന്നെ പുതിയ പുതിയ ഫാഷൻസ് ഉണ്ട്. അതും ഈ ജോർദാനിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ഇത്രയും ആൾക്കാരിലേക്ക് ഇത്രയും കയറി വരാനും ഇതായത്. ബ്രാൻഡിനെ മാറിപ്പോയി. ഒറ്റ കൊളാബിലൂടെയാണ് ചെറിയൊരു കമ്പനി ഒരു കൊളാബ് കൊണ്ട് തന്നെ മാറിപ്പോയി.